കേരളത്തിന്റെ ജനകീയ നേതാവ് അല്ലെങ്കിൽ ജനകീയ മുഖ്യമന്ത്രി എന്നൊക്കെ പറയാവുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം വരുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വിവാദം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു. പകരം കെ.സി. വേണുഗോപാലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു ചർച്ചയാവുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് വി.ഡി. സതീശനെ ഒഴിവാക്കിയോ എന്നുള്ളത് ഒക്കെ ചോദിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. എന്തൊക്കെ കാരണങ്ങളുണ്ട്, തിരക്കായതുകൊണ്ടാണോ അങ്ങനെയെന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ ഇതിലൊരു പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ? ഈ പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എത്ര തിരക്കുകളുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ച ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കേണ്ട ഒരു കാര്യം. നിലവിലെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള 10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ ഉമ്മൻചാണ്ടി ഓർമ്മ ദിനമാണ്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് താരതമ്യം ചെയ്യാൻ പോകുന്നത് ഒരിക്കലും പിണറായി വിജയനെയും വി.ഡി. സതീശനെയും വെച്ചായിരിക്കില്ല, ഉമ്മൻചാണ്ടിയെയും വി.ഡി. സതീശനെയും വെച്ചായിരിക്കും. കാര്യം കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണെന്നാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ ഇനി ഉണ്ടാകുമോ, ഈ ഉമ്മൻചാണ്ടിയെ പോലെ മുഖ്യമന്ത്രി ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. ചാണ്ടി ഉമ്മൻ ഒരു നല്ല MLA ആയിരിക്കാം. ഇനി ചാണ്ടി ഉമ്മൻ ഭാവിയിൽ അതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേര് അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്ന, ഒരു വശത്ത് സോളാർ വിവാദം ഒക്കെ ഉണ്ടാകുമ്പോഴും ഉമ്മൻചാണ്ടിയെ കേരളം ഒന്നാകെ ചേർത്ത് പിടിച്ചിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി മരിക്കുന്ന ദിവസം നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു യാത്രയപ്പാണ് ഉമ്മൻചാണ്ടിക്ക് നൽകിയത്. ഉമ്മൻചാണ്ടി എന്തായിരുന്നു എന്ന് പല മനുഷ്യരും അറിയാൻ ഉമ്മൻചാണ്ടി മരിക്കേണ്ടി വന്നു. കാര്യം അതുവരെ അതിന്റെ ഇടയ്ക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് വരുന്നു. അതൊരു ഇങ്ങനെ ഒരു മറയായി നിൽക്കുമായിരുന്നു ഉമ്മൻചാണ്ടി. അന്നത്തെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വരുന്നു. അത് ജനങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ടാക്കുന്നു. അതിങ്ങനെ ഒരു മറയായി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. പക്ഷെ ഉമ്മൻചാണ്ടി ഇതിലൊന്നും ഇല്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നതോടുകൂടി ഉമ്മൻചാണ്ടിയോടുള്ള ഈ സ്നേഹവും ആരാധനയൊക്കെ കൂടി വരികയായിരുന്നു. അല്ല, അതിന്റെ അകത്ത് എടുത്തു പറയേണ്ടത്, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണ്ട, മറ്റൊരു സ്ഥലത്തേക്ക് മാറണം എന്ന് പറയുമ്പോൾ അന്ന് സോളാർ വിഷയവും അല്ലെങ്കിൽ സോളാർ വിവാദവും ഒക്കെ ഉണ്ട്. അന്നും ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്ന് ഉമ്മൻചാണ്ടി പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കോടതി വിധികളൊന്നും ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി വന്നിട്ടില്ല. അന്നും പുതുപ്പള്ളിക്കാർ, ഇന്നും ആ വീഡിയോ നമുക്ക് കാണാൻ കിട്ടും, സോഷ്യൽ മീഡിയയിൽ കാണാൻ കിട്ടും. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഓടിന്റെ പുറത്ത് അല്ലെങ്കിൽ വീടിന്റെ മുകളിൽ കയറുന്ന ഉമ്മൻചാണ്ടിയെ വിടില്ല, ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. അത് പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പല പല പദവികൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ ഉമ്മൻചാണ്ടിക്കൊപ്പം ജനങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിലാണ് ഉമ്മൻചാണ്ടി ജീവിച്ചത്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഓരോ രീതിയും അതിന് ഉമ്മൻചാണ്ടിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലും ഒക്കെ പാളാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ക്രിയേഷന് വേണ്ടിയിട്ടാണെന്ന്. എല്ലായിടത്തും നമ്മൾ കണ്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം ഉണ്ടാകും. അത് കൊടിക്കൊപ്പം, കോൺഗ്രസിന്റെ കൊടിക്കൊപ്പം, KSUവിന്റെ കൊടിക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഒരു ചിത്രം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് വിജയിക്കുമ്പോൾ കൊട്ടിക്കലാശത്തിനൊക്കെ ആ ചിത്രം, അതിപ്പോ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ട് എന്നല്ല, പലരുടെ കയ്യിലുമുണ്ട്. അനുഗ്രഹം വാങ്ങാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിന് മുൻപ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി സ്വന്തം വീട്ടിൽ പോകുന്നത് പോലെ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ വിവാഹം കഴിയുമ്പോൾ ഭാര്യയുമായി പോകുന്നു, പോയി പ്രാർത്ഥിക്കുന്നു, കല്യാണം കഴിഞ്ഞ് നേരെ പോകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി തനിച്ചല്ല എന്ന് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് പോകുന്നവരുണ്ട്, വിജയിച്ചതിനു ശേഷം സന്തോഷം പങ്കുവയ്ക്കാൻ പോകുന്നവരുണ്ട്. പല ആളുകളോടും വിജയിച്ചത് മാത്രമല്ല, ഫോട്ടോ വെക്കുന്ന മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ രീതിയില്ല, തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലായ്പ്പോഴും ചർച്ചയാവുന്നത് ഇത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെയാണ്. അതാണ് പരാമർശിക്കുന്നത്. കാരണം അന്ന് ഇങ്ങനെയായിരുന്നു, ഉമ്മൻചാണ്ടി ഇന്നെന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന് സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. അത് ജനങ്ങൾക്ക് അന്ന് നേരിട്ട് അറിഞ്ഞ സംഭവങ്ങളാണല്ലോ. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അത് കണ്ടിട്ട്, അതേപോലെ ഉമ്മൻചാണ്ടി നടത്തിയ ഇതില്ലേ യാത്ര, എന്താണ് ജനസമ്പർക്ക പരിപാടി കണ്ടിട്ട് LDF അടക്കം അതേപോലെ വേറൊരു ഹൈടെക് പരിപാടി വേറെ നടത്താൻ നോക്കി. പക്ഷെ അത് പൊളിഞ്ഞു പാളീസായി പോവുകയും ചെയ്തു.
അതാണ് പറഞ്ഞത്, അവിടെയും ഉമ്മൻചാണ്ടിയെ അനുകരിക്കാനാണ് ശ്രമിച്ചിരുന്നത്. അല്ല, കേരളത്തിന്റെ എല്ലാ മികച്ച പദ്ധതികളും അല്ലെങ്കിൽ കേരളത്തിന്റെ ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള എല്ലാ പദ്ധതികളും കൊണ്ടുവന്നത് മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് അതിന് മുൻകൈ എടുത്തതെന്ന് പറയേണ്ടി വരും. അതിലേറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ജനസമ്പർക്ക പരിപാടി, കാരുണ്യ പദ്ധതി, അത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന പദ്ധതികളായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അതൊക്കെ തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ജനങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരു നേതാവാക്കി മാറ്റിയത്. മരണത്തിന് ശേഷവും ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട്, കീറിയ ഷർട്ട് ഇട്ടാൽ അത് ഉമ്മൻചാണ്ടി അനുകരിക്കുന്നു, തലമുടി കോതാതിരുന്നാൽ ഉമ്മൻചാണ്ടി അനുകരിക്കുന്നു. അങ്ങനെ പിന്നെ ആരെങ്കിലും ഒക്കെ ആള് അല്ലെങ്കിൽ ആ ഒരു നേതാവ് ഇപ്പൊ ഷാഫി പറമ്പിൽ ചെല്ലുന്നിടത്ത് ആള് കൂടുന്നുണ്ടെങ്കിൽ അതെന്താ, ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയല്ലേ? അതുപോലെ തന്നെ ചാണ്ടിയുമ്മനോട് ആളുകൾ കാണിക്കുന്ന സ്നേഹം എന്താ, ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ PC വിഷ്ണുനാഥ്. അത് എന്ത് പറഞ്ഞാലും PC വിഷ്ണുനാഥിന്റെ കാര്യം പറയുമ്പോൾ എല്ലാരും പറയുന്നത് ഉമ്മൻചാണ്ടി കൈപിടിച്ച് കൊണ്ടുവന്ന ആളല്ലേ, അത് അങ്ങനെയല്ലേ വരൂ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക്, എവിടെയും ഉമ്മൻചാണ്ടിയെ കോറിയിടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കഴിവാണ്. ഇനി മറുവശത്തേക്ക് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് അനുസ്മരണ ചടങ്ങ്. അത് എത്രയേറെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കിടയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം എന്നുള്ളത്. ആ ഒരു പരിപാടിക്ക് VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അല്ല, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞിട്ടില്ല, VD സതീശന്റെ കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ ക്ഷണിക്കാതിരുന്നിട്ടില്ല, വരില്ല, തിരക്കുകളായിരിക്കും ഇനി അവര് പറയാൻ പോകുന്ന കാരണം. പക്ഷെ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. ഓർമ്മ ദിനമാണ്, എല്ലാ നേതാക്കളും. അല്ല, ഇതിപ്പോ പെട്ടെന്നുണ്ടായ ഒരു സംഭവം അല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസിന് ഇവരെ പാർട്ടിയുടെ യുഡിഎഫിനാണെങ്കിൽ കോൺഗ്രസിനാണെങ്കിലും അറിയാവുന്ന കാര്യമാണ്. ഇന്ന ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ഇപ്പൊ വേറൊരു പരിപാടി ഏറ്റെടുത്ത് വെച്ചതുകൊണ്ട് അന്ന് ചെയ്യാതെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ ആണെങ്കിൽ, പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാണെങ്കിൽ വേറൊരു പരിപാടിയിലായിരുന്നതുകൊണ്ട് ഇതല്ലല്ലോ, ഇത് ഓരോ വർഷവും അറിയാവുന്നതാണല്ലോ. ഇന്ന ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ഉണ്ട്, അതെന്തായാലും നടത്തുന്നതാണ്. അല്ല, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം എന്ന് പറയുന്നത് കോൺഗ്രസിലെ പല നേതാക്കളെയും സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ദിവസമാണ്. കാര്യം സ്വാഭാവികമായി പല നേതാക്കളും നമുക്ക് ഓർമ്മ ദിനത്തിന്റെ അന്ന് നമുക്ക് വിഷ്വലൊക്കെ വരുമ്പോൾ കാണാം, വൈകാരികമായി പല നേതാക്കളും വൈകാരികമായി സംസാരിക്കുകയും വൈകാരികമായി ഇടപെടാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട്. കാര്യം ഉമ്മൻചാണ്ടി അത്രത്തോളം സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. പലരും പുതിയ MLA-മാരൊക്കെ സഭയിൽ വരുമ്പോൾ അവർ തന്നെ പല മാധ്യമങ്ങൾ കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട്, എന്താണ് ഏറ്റവും വലിയ നഷ്ടം, ഈ സന്തോഷം പങ്കുവെക്കാൻ ഉമ്മൻചാണ്ടി ഇല്ലാതെ പോയതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നില്ല. ചിലപ്പോൾ ഈ തീരുമാനത്തിൽ മാറ്റം വരാം, അത് ചിലപ്പോൾ പങ്കെടുക്കുമായിരിക്കും. പക്ഷേ നിലവിലെ അവസ്ഥയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ തീരുമാനമല്ല, പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് വാർത്തകൾ. അപ്പോൾ അത് കാര്യം ഇതിനകത്ത് വേറൊരു ചർച്ചയും കൂടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്നപ്പോഴും ചില ഈ വിമർശനങ്ങളും ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു നേതാവായിരുന്നു VD സതീശൻ എന്നുള്ള ഒരു ചർച്ചയും കൂടി വരുന്നുണ്ട്. അതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. VD സതീശൻ നന്നായി പെർഫോം ചെയ്തിരുന്ന ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള സ്ഥാനം അല്ലെങ്കിൽ മന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അത് ഉമ്മൻചാണ്ടി വെട്ടിയതാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു. അല്ല, ഉമ്മൻചാണ്ടി വെട്ടിയതാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു, കരുണാകരപക്ഷം വെട്ടിയതാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. പക്ഷെ നമുക്കറിയില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയാണ് വെട്ടിയത്. അവസാനം മന്ത്രിസഭ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന മന്ത്രിസഭയിൽ VD സതീശൻ ഒരു മന്ത്രിയാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഉമ്മൻചാണ്ടി വെട്ടി. അതിന് പകരമായിട്ടാണ് ചാണ്ടിയുമ്മനെ വെട്ടിയതെന്നാണ് CPM സൈബർ ഹാൻഡിലുകൾ ചാണ്ടിയുമ്മനെ മന്ത്രിയാകാതിരുന്നപ്പോ പറഞ്ഞത്. പണ്ട് അച്ഛൻ ചെയ്തതിന് മകനോട് പകപോക്കിയതാണ് VD സതീശൻ എന്ന്. പക്ഷെ അതിനൊക്കെ അന്ന് ചാണ്ടി പറഞ്ഞത് അങ്ങനെയല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആദ്യം എന്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചഴിച്ചതിൽ മാത്രമാണ് എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞു. അത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് ഒരു വിഷയത്തിലും പ്രശ്നങ്ങൾ പറയാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഈ വിഷയത്തിലും പറയുന്നുണ്ട്, KC വേണുഗോപാൽ പങ്കെടുക്കും. പണ്ടത്തെ പോലെയല്ല, പണ്ട് കോൺഗ്രസിൽ AI ഗ്രൂപ്പുകളായിരുന്നു. A ഗ്രൂപ്പിന്റെ തലപ്പത്തൊരാൾ, I ഗ്രൂപ്പിന്റെ തലപ്പത്തൊരാൾ. ഇപ്പോ AI ഗ്രൂപ്പില്ല, 3 നേതാക്കളുടെ പേരിലാണ് ഗ്രൂപ്പ്. അതിന്റെ അകത്ത് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തനിക്ക് കിട്ടിയ ഉത്തരവാദിത്വം എങ്ങനെ നന്നായി നിർവഹിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലാതെ മന്ത്രി ഇനി അതിന്റെ അകത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകണ്ട എന്നൊരു നിലപാടാണ്. എന്നാൽ KC വിഭാഗം ഇപ്പോഴും അങ്ങനെയല്ല. ഒന്ന് ബാക്ക് വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും KCക്ക് അറിയാം എവിടെ അമ്പ ചെയ്യണമെന്ന്, അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് KCക്കൊപ്പമാണോ ചാണ്ടിയുമ്മൻ ഒരാൾക്കൊപ്പവും നിൽക്കുന്നില്ല. A ഗ്രൂപ്പിന് ഒപ്പം അല്ലെങ്കിൽ A ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് വരേണ്ട ആളാണ് ചാണ്ടി. പക്ഷെ ചാണ്ടി A ഗ്രൂപ്പിനെ I ഗ്രൂപ്പിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പലപ്പോഴും പല വിഷയങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു നിലപാട് നിഷ്പക്ഷം. പക്ഷെ ഇനിയിപ്പോ ചർച്ച വരാൻ പോകുന്നത് KCക്കൊപ്പമാണോ ചാണ്ടി എന്നൊരു ചോദ്യം ഉണ്ടാവും. പക്ഷെ മറുവശത്ത് ഇതേ കാര്യം പ്രതികരിക്കുമ്പോൾ തന്നെ ചാണ്ടി VD സതീശന് അനുകൂലമായി അല്ലെങ്കിൽ KCUവിന്റെ വിഷയത്തിൽ KCUവിനെ അപമാനിക്കാനല്ല ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും പറയാൻ കഴിയില്ല, ചിലപ്പോ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ അല്ലെങ്കിൽ ഓർമ്മ ദിനത്തിൽ VD സതീശൻ എത്താനുള്ള സാധ്യതയുമുണ്ട്.
എന്തായാലും ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വി ഡി സതീശൻ ഈ പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.